കൈമുട്ടിലെയും കാൽമുട്ടിലെയും കറുപ്പകറ്റാൻ ചില വഴികൾ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കൈമുട്ടിലെയും കാൽമുട്ടിലെയും കറുപ്പ് എല്ലാവരെയും പ്രശ്നത്തിലാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സൗന്ദര്യത്തെക്കുറിച്ച് അല്പം ചിന്ത കൂടുതലുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും. എന്നാൽ ഇതിനെ കളയാൻ എന്താണ് പോംവഴി എന്നതായിരിക്കും പലരുടെയും മുന്നിലുള്ള വെല്ലുവിളി. എന്നാൽ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന നാരങ്ങ ഉള്ളപ്പോൾ കൈമുട്ടും കാൽമുട്ടും വെളുപ്പിക്കാൻ യാതൊരു പണിയുമില്ല. ഈ പ്രശ്നത്തിൽ നിന്നും പരിഹാരം നേടാൻ നാരങ്ങ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നാരങ്ങയും ബേക്കിംഗ് സോഡയും. നാരങ്ങ 2 കഷ്ണമായി മുറിച്ച് അല്പം ബേക്കിംഗ് സോഡ ഇതിന് മുകളിലായി വിതറി ഇത് കൈമുട്ടിന് മുകളിലായി വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അതിനുശേഷം അല്പം ഒലീവ് ഓയിൽ പുരട്ടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമുട്ടിലെ കറുപ്പ് വളരെ നിഷ്പ്രയാസം നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അതുപോലെ നാരങ്ങ മാത്രമല്ല, അതിൻ്റെ തോലും സൗന്ദര്യ കാര്യത്തിൽ മോശമല്ല. നാരങ്ങ തോല് നല്ലതുപോലെ ഉണക്കി പൊടിച്ച് അല്പം മുൾട്ടാനി മിട്ടിയുമായി മിക്സ് ചെയ്ത് തേനിൽ ചാലിച്ച് കയ്യിൽ പുരട്ടാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. അതുപോലെ നമുക്ക് ഉപയോഗിക്കാം നാരങ്ങ നീരും ഗ്ലിസറിനും. നാരങ്ങ നീരും ഗ്ലിസറിനുമാണ് മറ്റൊരു വഴി. നാരങ്ങ നീരിൽ ഗ്ലിസറിൻ മിക്സ് ചെയ്ത് നല്ലതുപോലെ പുരട്ടുക. കിടക്കാൻ പോകുന്നതിന് മുൻപാണ് ചെയ്യേണ്ടത്. രാവിലെ ഇത് നമുക്ക് കഴുകിക്കളയാം. ഇത് ഒരു ആഴ്ചയിൽ 4 ദിവസം ഇത്തരത്തിൽ ചെയ്യാം. ഇത് മൃതകോശങ്ങളെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര. നല്ലൊരു സ്ക്രബ്ബറാണ് പഞ്ചസാര എന്ന കാര്യത്തിൽ സംശയമില്ല. നാരങ്ങ നീരിൽ പഞ്ചസാര മിക്സ് ചെയ്ത് കൈമുട്ടിന് മുകളിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യുക. ഇതും ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ്. പഞ്ചസാര, അരിപ്പൊടി, തേൻ, നാരങ്ങാനീര്, ഈ 4 മിശ്രിതങ്ങളും ചേർത്ത് കൈമുട്ടിലും കാൽമുട്ടിലും തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ മസാജ് ചെയ്യുക ഒരു 5 മിനിറ്റോളം. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം വെള്ളരിക്ക നീരും. ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും കൊണ്ട് സമ്പുഷ്ടമാണ് വെള്ളരിക്ക. ഇത് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. നാരങ്ങ നീരിനൊപ്പം വെള്ളരിക്ക നീരും കൂടി ചേരുമ്പോൾ ഫലം ഇരട്ടിയാകും. അതുപോലെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കറ്റാർവാഴ. കറ്റാർവാഴയും സൗന്ദര്യ സംരക്ഷണത്തിന് മുന്നിലാണ്. കറ്റാർവാഴയിൽ 2 തുള്ളി റോസ് വാട്ടർ മിക്സ് ചെയ്ത് അത് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിക്കുക. ഇത് കൈമുട്ടിലും കാൽമുട്ടിലും തേച്ച് പിടിപ്പിച്ചാലും ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ കഴിയും. ഇത്രയും ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ ആയിട്ട് ചാനലുടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി കാണിക്കും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി മറ്റൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.